ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് ഞാൻ കുറച്ച് ക്ലീനിങ് ടിപ്സുമായിട്ടുണ്ട് വന്നിട്ടുള്ളത്. കിച്ചൺ എപ്പോഴും നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കുറച്ച് ടിപ്സായിട്ടാണ് വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്, എനിക്ക് ഷോ കിച്ചണും വർക്കിംഗ് കിച്ചണും വെവ്വേറെ അല്ല, രണ്ടും ഒന്ന് തന്നെയാണ്. അപ്പം നമുക്ക് എപ്പോഴും ക്ലീൻ ആക്കി നീറ്റാക്കി കൊണ്ട് നടക്കുക എന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക് തന്നെയാണ് കേട്ടോ. അപ്പം ഞാൻ ഫോളോ ചെയ്യുന്ന കുറച്ച് മെത്തേഡ്സാണ് കേട്ടോ പറയുന്നത്. നമ്മളെപ്പോഴും കിച്ചൺ ഓർഗനൈസ് ചെയ്യുമ്പോൾ വീട്ടിലുള്ള എല്ലാ മെമ്പേഴ്സിനും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വിദഗ്ധന്മാരുടെ പഠനം അനുസരിച്ച് നമ്മൾ കിച്ചണിൽ യൂസ് ചെയ്യുന്ന വെസൽസിൽ 80% യൂസ് ചെയ്യാന്ന് വെക്കുന്നതാണെന്നാണ് പറയുന്നത്. 20% മാത്രമാണ് നമ്മൾ യൂസ് ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ 2 ഡേയ്സിലോ അല്ലെങ്കിൽ 3 ഡേയ്സിലോ യൂസിങ് വരുന്ന വെസിൽസ് മാത്രം കിച്ചണിൽ യൂസ് ചെയ്യുന്ന ഭാഗത്ത് വെക്കാനായിട്ട് ശ്രമിക്കുക. മന്ത്ലി വൺസോ 6 മന്ത് വൺസോ ഒക്കെ യൂസ് ചെയ്യുന്ന വെസിൽസൊക്കെ വേറെ നമുക്ക് വീട്ടിൽ സ്റ്റോറേജസ് ഏരിയാസ് ഉണ്ടാവുമല്ലോ, അവിടെ വെക്കാനായിട്ട് ശ്രമിക്കുക. ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഡീക്ലട്ടർ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മൾ തന്നെ അറിയാതെ ഓരോരോ സംഭവങ്ങളും വന്ന് കൂട്ടിക്കൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ അതൊക്കെ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് ചെക്ക് ചെയ്തിട്ട് ഡീക്ലട്ടർ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. പിന്നെ ഞാൻ ഫോളോ ചെയ്യുന്നൊരു മെത്തേഡാണ്, ഓരോ വെസിൽസിനും അല്ലെങ്കിൽ ഓരോ സ്പൂണിന് വരെ ഓരോ സ്ഥാനം ഞാൻ നിശ്ചയിച്ചിട്ടുണ്ട് കേട്ടോ. ആ സ്ഥാനം മാറി ഒരിക്കലും വെക്കാറില്ല. ഒന്നാമത് അത് 2 ഉപകാരമാണ്. നല്ല അറേഞ്ച് ആയിട്ട് കിടക്കും ചെയ്യും. രണ്ടാമത് നമുക്ക് കുറേ ടൈം ലാഭിക്കാനായിട്ടും പറ്റും കേട്ടോ. ചില സംഭവങ്ങൾ നമുക്ക് 10 സെക്കൻഡ് മതിയാവും എടുക്കാൻ. അത് സ്ഥലം മാറ്റി വെച്ചുകൊണ്ടിരുന്നാൽ നമുക്ക് 1 മിനിറ്റോ 2 മിനിറ്റോ ഒക്കെ വരും കേട്ടോ. അത് തപ്പിത്തെരഞ്ഞെടുക്കാനായിട്ടും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വീട്ടിലുള്ള മറ്റ് മെമ്പേഴ്സിന് യൂസ് ചെയ്യാനായിട്ടും കേട്ടോ. പിന്നെ നമ്മൾ എപ്പോഴും ക്ലീൻ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മറ്റ് മെമ്പേഴ്സും അത് ഫോളോ ചെയ്യും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം കേട്ടോ. എൻ്റെ അനുഭവം അങ്ങനെയാണ്. നമ്മുടെ കിച്ചണ് എപ്പോഴും നമ്മൾ നല്ല വൃത്തിയായിട്ട്, നല്ല ക്ലീൻ ആയിട്ട്, നല്ല ഓർഗനൈസ്ഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മളെ വീട്ടിൽ വരുന്ന സർവൻസ് ആയാലും വീട്ടിലുള്ള മറ്റ് മെമ്പേഴ്സ് ആയാലും ഒക്കെ അത് മെയിൻറ്റെയിൻ ചെയ്ത് പോകും കേട്ടോ. അപ്പോൾ അത്രയൊക്കെ ഒന്ന് ഫോളോ ചെയ്ത് നോക്കുക. എന്നിട്ട് കമൻറ്റ് ബോക്സിലൂടെ അഭിപ്രായം അറിയിക്കുക കേട്ടോ, എങ്ങനെയുണ്ടെന്ന് അറിയിക്കുക. അപ്പോൾ ഒരുപാട് കൂട്ടുകാർ കിച്ചൺ ടൂർ വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കിച്ചൺ ടൂറിൻ്റെ ഫുൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോൻ്റെ താഴെ തന്നെ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാണാത്തവരൊക്കെ പോയി കാണുക. ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യട്ടോ. അഭിപ്രായം എന്താണെങ്കിലും കമൻറ്റ് ബോക്സ് കൂടെ അറിയിക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ.